ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഡൈഹാർഡ് KBFCR എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രബീർ ദാസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിവിന് ഇന്നലെ കൊച്ചിയിൽ 10,000-കണക്കിന് ആരാധകരുടെ മുമ്പിൽ വെച്ച് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 11 കൊമ്പന്മാർ പ്രതികാരം വീട്ടിരിക്കുകയാണ്. നിലവിലെ ലീഗ് ഷീൽഡ് വിന്നേഴ്സും ഈയൊരു സീസണിൽ ഒരു കളി പോലും തോൽക്കാതെ അൺബീറ്റൺ റണ്ണുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മുംബൈ സിറ്റി ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതികാരാഗ്നിയിൽ ഭസ്മമായി തീർന്നു. ടീമിന്റെ എഞ്ചിനായിരുന്ന ലൂണയില്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് എന്നുള്ളൊരു ചോദ്യചിഹ്നം മത്സരത്തിന് മുന്നേ ഉണ്ടായിരുന്നു. എന്നാൽ ഓരോ താരങ്ങളെയും കൃത്യമായി തന്നെ മോട്ടിവേറ്റ് ചെയ്ത് തന്നെയാണ് ഇവാൻ വുക്കോമാനോവിച്ച് കളിക്കളത്തിലേക്ക് ഇറക്കിയത്. അതിന്റെ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇന്നലെ കൊച്ചിയിൽ കിട്ടിയത്. ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഓരോരുത്തരും പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിന് അർഹനായവർ തന്നെയാണ്. എന്നാൽ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗാന സ്ട്രൈക്കർ ക്വാമി പെപ്പരക്കാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചത്. ശരിക്കും പെപ്പരയുടെ ഇന്നലത്തെ കളി കണ്ടിട്ട് പെപ്പരക്ക് വല്ല മിന്നലടിച്ചു എന്ന് വരെ എനിക്ക് ഡൗട്ടായി പോയി. ശരിക്കും ഗ്രിഫീത്തും ടിരിയും അടങ്ങുന്ന മുംബൈ സിറ്റി FCയുടെ വെൽ ഓർഗനൈസ്ഡ് ഡിഫൻസ് യൂണിറ്റിനെ ഒറ്റയടിക്ക് ചിന്ന ഭിന്നമാക്കി കളഞ്ഞു ക്വാമി പെപ്പരെ. ഏറ്റവും രസം അതല്ല, ഇന്നലത്തെ മത്സരത്തിന് മുമ്പ് മുംബൈ സിറ്റി FCയുടെ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ഗ്രിഫീത്ത് ഞാൻ നിങ്ങളുടെ നരകത്തിലേക്ക് വരുന്നുണ്ടടാ കാണാടാ എന്നൊക്കെ പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ഭയങ്കരമായിട്ടുള്ള വെല്ലുവിളിയും ഡയലോഗടിയൊക്കെ ആയിരുന്നു. എന്നാൽ ഒരു 10 മിനിറ്റ് പുള്ളി തികച്ച് കളിച്ചോ എന്ന് വരെ എനിക്ക് ഡൗട്ടാണ്. ക്വാമി പെപ്പരയുടെ ഒരു ഒറ്റ ടേണിൽ ഉണ്ടായുള്ളൂ, പുള്ളി അവിടെ തീർന്ന്. ഈ നരകം കാണാൻ വന്നവൻ സ്വർഗം കണ്ട് പുറത്തായി എന്ന് പറയൂലേ, അതാണ് ഇന്നലെ ഗ്രിഫീത്തിന് കൊച്ചിയിൽ സംഭവിച്ചത്. ഗ്രിഫീത്തിനെ മാത്രമല്ല, വാൽപൂയിനെയും ISL മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഡിഫൻഡർ ആയിട്ടുള്ള ടിരീനെ വരെ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു പെപ്പറേനെ പിടിക്കാൻ വേണ്ടി ഓവർലോഡ് എടുത്ത് അവർക്കും ഇഞ്ചുറി പറ്റി അവരും പുറത്താവുകയും ചെയ്തു. ഇന്നലത്തെ മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ പെപ്പര ഒരു ഗോളും ഒരു അസിസ്റ്റും നേടി ടീമിനെ ഒരു വിജയ വഴിയിലേക്ക് എത്തിച്ചതിന് ശേഷം പെപ്പറേനെ പിന്നെ ഞാൻ കാണുന്നത് സെക്കൻഡ് ഹാഫിൽ ഡിഫൻസിൽ ഒരു വൻമതിലായിട്ടാണ്. ഞാൻ ഗോൾ അടിച്ച കളി നിങ്ങൾ എങ്ങനെ ജയിക്കണ്ടടാ എന്നുള്ളൊരു മട്ടിൽ പെപ്പര സെൻട്രൽ ബാക്ക് ജോലി ഇങ്ങ് ഏറ്റെടുത്തു. ഇജാതി ബഹയൻ മുംബൈ സിറ്റി FC താരങ്ങളുടെ ഒരു പന്ത് പോലും സച്ചിന്റെ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലേക്ക് കടക്കാത്ത വിധം ആകാശവാണി ക്ലിയറൻസ് ബൈ പെപ്പര, അതായിരുന്നു പിന്നെ മൊത്തത്തിൽ നടന്നത്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ ലൂണ കൂടി ഉണ്ടായിരുന്നെങ്കിൽ മുംബൈ സിറ്റിയുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും? എന്തായാലും ക്വാമി പെപ്പരയുടെ ഇന്നലത്തെ ആ ഒരു പ്രകടനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്വാമി പെപ്പരേനെ പോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു താരമാണ് നമ്മുടെ ഗ്രീക്ക് പടയാളിയായിട്ടുള്ള ദിമിത്രിയോസ് ഡയമൻഡാക്കോസിന്റെ പ്രകടനത്തെ പറ്റി. ശരിക്കും കഴിഞ്ഞ സീസണിനേക്കാൾ വൺ ഓഫ് ദി ബെസ്റ്റ് സീസണിലൂടെയാണ് ദിമി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെറും 9 കളികളിൽ നിന്ന് 6 ഗോളുകളും 2 അസിസ്റ്റുമായിട്ട് ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമത് നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം ദിമിത്രിയോസ് ഡയമൻഡാക്കോസ്. ശരിക്കും ഇന്നലെ പെപ്പരയുടെ ആ ഒരു എഫേർട്ട് ഗോളിലേക്ക് പൂർണ്ണതയോടെ എത്തിക്കാൻ ദിമി വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. മുംബൈ ഡിഫൻഡേഴ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറി പെപ്പരയിൽ നിന്ന് പാസ് സ്വീകരിച്ച ആ ഒരു ഒറ്റ ടേൺ ആൻഡ് ആ ഫെദർ ടച്ച് ആൻഡ് ഗോൾ, മുംബൈയുടെ 3 ഡിഫൻഡേഴ്സും അവിടെ കുക്കഡായി പോയി. എന്തായാലും നമ്മുടെ ഡിമി കുമാറിൻ്റെ ഈ ഒരു സീസണിലെ ഫോമിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ വൻമതിലുകളായിട്ടുള്ള മൈലോസ് കുമാറിനെ പറ്റിയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ മാർക്കോ ലെസ്കോവിച്ചിനെ പറ്റിയിട്ടുമാണ്. മുംബൈ സിറ്റി FCയുടെ സ്ട്രൈക്കറായിട്ടുള്ള ഓർഹെ പെരേരഡേസിനെ ഞാൻ ദേശീയഗാനത്തിൻ്റെ ടൈം കണ്ടതാണ്. ദേശീയഗാനം കഴിഞ്ഞ ഉടനെ മാർക്കോ ലെസ്കോവിച്ച് എന്ന് പെരേരഡേസിനെ എടുത്ത് പോക്കലിലേക്ക് ഇട്ട് പിന്നെ ഞാൻ പുള്ളിനെ കണ്ടിട്ടില്ല. കളി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിനെ ഇറക്കി വിട്ടുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പുള്ളി മിസ്സിംഗ് ആണെന്ന് കുറേ പോസ്റ്റുകളൊക്കെ ഞാനിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ട്. എന്തോ എന്തായാലും പെരേരഡേസിന് എന്തായാലും ഇന്നലത്തെ രാത്രി ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു രാത്രി ആയിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇനി പെരേരഡേസിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരും, വേദനിപ്പിച്ചാൽ തിരിച്ചും അങ്ങോട്ട് വേദനിപ്പിക്കും. അത് തന്നെ നടന്നിട്ടുള്ളൂ ഇവിടെ. ഇന്നലത്തെ മത്സരത്തിൽ ഏറ്റവും അധികം കയ്യടി അർപ്പിക്കുന്ന പ്രകടനം തന്നെയായിരുന്നു മാർക്കോ ലെസ്കോവിച്ച് കാണിച്ചു വെച്ചത്. കാരണം ആ ഒരു ഡിഫൻസ് യൂണിറ്റിനെ മൊത്തം കൺട്രോൾ ചെയ്ത് നൂലിട്ട പോലെയായിരുന്നു ഡിഫൻസിനെ മൊത്തം അദ്ദേഹം നിർത്തിച്ചത്. ഇനി മിലോസ് ട്രിങ്കിച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നത്തിങ് പേഴ്സണൽ ജസ്റ്റ് സർവീസ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ പോലും കണ്ടാൽ അറിയാം അദ്ദേഹം ഇമോഷണലായിട്ടാണ് ഇന്നലത്തെ മത്സരം കളിച്ചിട്ടുള്ളത്. ഇവിടെ ഡേസിനെ ലെസ്കോവിച്ച് എടുത്ത് പോക്കലോട്ടിട്ടപ്പോൾ മിലോസ് ആണെങ്കിൽ എൽക്കയാത്തിനെയും ചാങ്തനെയും വിബിനെയും 3 പേരെ ഒരുമിച്ചെടുത്ത് പോക്കലോട്ടിട്ട അവസ്ഥയായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സോളിഡ് ഡിഫൻസ് യൂണിറ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം കൊൽക്കത്തയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസുമായിട്ടാണ്. ആ ഒരു മത്സരം വിജയിച്ച് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വർഷം അവസാനിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺഡ്.